നമസ്കാരം, സുധിനാണ്. ഞങ്ങൾ എന്നുള്ളതേ നമ്മുടെ മഞ്ചേരിക്കും മണ്ണാർക്കാടിനും ഇടയ്ക്ക് മേലാറ്റൂർ എന്ന സ്ഥലത്താണ്. മെയിൻ റോഡിൻ്റെ സൈഡിലുള്ള ചെറിയൊരു പ്രോപ്പർട്ടിയുടെ ഫെൻസിങ് ആയിട്ട് വന്നതാണ്. അധികമൊന്നുമില്ല, ഏകദേശം ഒരു 50 മീറ്റർ ഏരിയ വരുന്നൊരു ഫെൻസിങ് ആണ്. ഈ കാണുന്നതാണ് ഫെൻസിങ്. നോർമലി ഉപയോഗിക്കുന്ന സ്പെസിഫിക്കേഷനുള്ള ചെയിൻ ലിങ്ക്സ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ 3 ഇഞ്ച് ടാറ്റ വയറോണിൻ്റെ 3 ഇഞ്ച് 12 kg 5 അടി ഹൈറ്റുള്ള ചെയിൻ ലിങ്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള ടാറ്റയുടെ 1.5 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1.6 mm ആണ് വാൾ തിക്നെസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സൂപ്പർവിഷനിലാണ് കാലുകൾ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോൺക്രീറ്റ് ചെയ്തത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ വർക്കേഴ്സായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഒരു ദിവസം വന്ന് കാല് ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊടുത്തു. നമ്മുടെ സൂപ്പർവിഷന് നമ്മൾ 1-2 പേര് കാല് വെച്ച് കൊടുക്കാനും ജസ്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കാനൊക്കെ നമ്മുടെ വർക്കേഴ്സ് കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. കാല് വെച്ച് തന്ന് അത് കഴിഞ്ഞപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ചെയിൻ ലിങ്ക് സ്ട്രെച്ച് ചെയ്യണം. അധികമൊന്നുമില്ല, ഏകദേശം 54 മീറ്റർ ഏരിയ വരുന്ന ഒരു ഫെൻസിങ് ആണ്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു റോഡ് സൈഡിൽ വരുന്ന ചെറിയ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പ്രോപ്പർട്ടി ഒന്ന് കവർ ചെയ്തിടാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ ജസ്റ്റ് എൽ ഷേപ്പിൽ വരുന്ന ഒരു ഫെൻസിങ് ആണ്. ജസ്റ്റ് അവിടെ ഒരു ഡോറും കൂടെ ഉണ്ട്, അതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ട് ഫെൻസിങ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ സൈറ്റ് ഇങ്ങനത്തെയാണ് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളാണ് കോൺക്രീറ്റ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ പ്ലാനിങ്, ഇങ്ങനത്തെ കല്ല് കെട്ടാനോ കാര്യങ്ങൾ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളോട് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് കുറച്ച് RRൻ്റെ വർക്ക്, അതായത് നമ്മുടെ കരിങ്കല്ല് വെച്ചിട്ടുള്ള കെട്ട് ഒരു 10 വർഷം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന സൈറ്റായിരുന്നത്. ഇവർക്ക് മണ്ണിടാൻ വേണ്ടി, കാരണം റോഡിൻ്റെ അതേ ലെവലാക്കാൻ വേണ്ടി മണ്ണിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ 2 വരി കല്ല് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ കല്ല് കെട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ക്ലയൻറ്റ് കോൺടാക്ട് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പുള്ളിക്ക് വേണ്ട ഇൻപുട്ട് കറക്റ്റായിട്ട് കൊടുത്തായിരുന്നു. കാര്യം 2.5 മീറ്ററിൽ ഓരോ കാലുകൾക്കും 2.5 മീറ്ററിൽ കാലുകൾ ഇടുക. ഒപ്പം നമ്മളുടെ എൻഡ് വരുന്ന ഭാഗത്ത് ഫസ്റ്റ് കാല് വയ്ക്കുക, മറ്റേ എൻഡിൽ രണ്ടാമത്തെ കാല് വയ്ക്കുക. ശേഷം ബാക്കിയുള്ള സ്പേസിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗേറ്റ് വരുന്ന ഭാഗത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഗ്യാപ്പ് വിടുക, അതുപോലെ തന്നെ നമ്മൾ എൻഡിങ്ങിൽ ഗ്യാപ്പ് വിടുക. ശേഷം ബാക്കിയുള്ള സ്പേസിനെ 2.5 മീറ്ററിലേക്ക് ഡിവൈഡ് ചെയ്യുക എന്നാണ് ഞാൻ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൈറ്റിൽ ഗ്യാപ്പ് വിട്ട്, അതായത് ക്ലയൻറ്റ് കല്ല് കെട്ടുന്ന സമയത്ത് ഗ്യാപ്പ് വിട്ട് പോയതിന് ശേഷം നമ്മൾ ചെല്ലുന്ന സമയത്ത് പല ഇഷ്യൂസും ഉണ്ടാവാറുണ്ട്. മീൻസ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കാലുകളുടെ എണ്ണം കൂടി പോവുക, അല്ലെങ്കിൽ കുറഞ്ഞു പോവുക. ഇനി കാലുകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ ലിങ്ക് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് കാലുകൾ പറഞ്ഞു വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു പറ്റിയിട്ടുള്ള അബദ്ധമാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. ഇപ്പോൾ ഒരു വരി കല്ലിൻ്റെ ഹൈറ്റിലാണ് നമ്മൾ കാലുകൾ വെക്കാനുള്ള സ്പേസ് വിട്ടുള്ളത്. നമുക്ക് അറ്റ്ലീസ്റ്റ് 2 വരി കല്ലിൻ്റെ ഗ്യാപ്പെങ്കിലും തീർച്ചയായിട്ടും വിടുക. ഹോളോ ബ്രിക്സ് ആണെച്ചാലും വെട്ടുകല്ലാണെച്ചാലും മറ്റുള്ള കരിങ്കല്ലാണെങ്കിലും അറ്റ്ലീസ്റ്റ് 1.5 ഫീറ്റെങ്കിലും നമുക്ക് അടിയിലോട്ട് പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്. സോ ഇതാണ് ഈ ഒരു സൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് തരാനുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 54 മീറ്റർ ഉണ്ടായിരുന്നു. നമുക്ക് വളരെ കുറഞ്ഞ ഒരു ചെറിയ വർക്കായിരുന്നു. അത് നിങ്ങളിലേക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ എത്തിക്കുക എന്ന് മാത്രമേ ഇതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആർക്കാണെച്ചാലും ഇതുപോലത്തെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ഇതുപോലത്തെ കെട്ടാനോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ട് ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.